സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ സജീഷ്, ഇപ്പോ ഈ പിണറായിലേക്കുള്ള പെരുന്നയുടെ ദൂരം കുറയുമ്പോൾ അത് നിലപാട് മാറ്റം കൊണ്ട്, നയം മാറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന കോൺഗ്രസിന്റെയും അതുപോലെ ഇപ്പോ കോൺഗ്രസ് പ്രതിനിധി ദീപ്തി മേരി വർഗീസ് ഒക്കെ പറയുന്നത് അങ്ങനെയാണോ? അതായത് ഇവിടെ ഇപ്പോ ശ്രീമതി ദീപ്തി മേരി വർഗീസ് സംസാരിച്ച സമയത്ത് തന്നെ അവരുടെ അങ്കലാപ്പ് ബോധ്യമാണ്. ആ അങ്കലാപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും പിന്തുണ വൻതോതിൽ വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊന്ന് കാണേണ്ടത്, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒന്ന് താരതമ്യം ചെയ്യൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് ശബരിമലയിലേക്കുള്ള റോഡ് വികസനത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് 879 കോടി രൂപ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തും 1150 കോടി രൂപ ഈ ഗവൺമെന്റ് കാലത്തും. ഉണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് 83 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 650 കോടിയിൽ പരം നടക്കാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിൽക്കുന്നു. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന റോഡ് വികസനത്തിനായി പ്രത്യേകമായി 122 കോടി രൂപ പ്രത്യേകമായി ആ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാനിന് ഒരു പൈസയും ചെലവഴിച്ചില്ല എന്ന് പറയുന്നത് 145.5 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോ 83.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് അനുകൂലമായി നിലപാട് മാറ്റിയോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടിയില്ല കേട്ടോ. NSS നിലപാട് മാറ്റിയിട്ടില്ല. നിലപാട് മാറ്റിയത് സംസ്ഥാന സർക്കാരാണ് എന്ന് ഉറച്ചു പറഞ്ഞിരിക്കുന്നത് ജി സുകുമാരൻ നായരാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലല്ല, ക്ലിയർ ചെയ്ത് പോകാം. താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. ശരി, ഒന്ന് മനസ്സിലാക്കി തരൂ. വെരി സിമ്പിൾ. അതായത് വളരെ വ്യക്തമാണ്. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ, ഭരണഘടനാ പ്രശ്നങ്ങൾ, അതിനുശേഷമുള്ള മണ്ഡലകാലം പരിശോധിച്ചാൽ ഇവർ അവിടെയും വെർച്വൽ ക്യൂ ഒക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയല്ലോ. ആ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു പാളീസായി പോയി എന്ന് മാത്രമല്ല, 53,60,000 തീർത്ഥാടകർ ഒരു പരാതിയുമില്ലാതെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു. അത് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ച ഏറ്റവും ശരിയായ നിലപാട് എന്ന് പറയുന്നത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ശരിയാണ്, ഗവൺമെന്റ് ശരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന ബോധ്യം എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകൾക്കും അതിന്റെ നേതൃത്വത്തിനുമുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി അവർ തിരിച്ചറിയുന്നു, കോൺഗ്രസിന്റേത് കള്ളക്കളിയാണ്, BJPയുടേത് കള്ളക്കളിയാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ആ കള്ളക്കളി തിരിച്ചറിയുന്ന ആളുകൾ ശരിയായ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ശരിയായ നിലപാടുകളെ സഹകരിക്കുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ വിരളി പൂണ്ടിട്ട് എന്താ കാര്യം? ശ്രീ ഉല്ലാസ് ബാബു, സജീഷിനോട് അഞ്ജിത വളരെ കൃത്യമായിട്ട് ചോദിച്ചല്ലോ. സുകുമാരൻ നായർ NSSന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിന്റെ പുറകെ നിൽക്കുമ്പോൾ നിങ്ങളുടെ നയത്തിൽ വെള്ളം ചേർത്തോ? സുകുമാരൻ നായർ ആചാര സംരക്ഷണത്തിൽ നിന്ന് ഒരു അടി മുന്നോട്ട് പോയില്ലല്ലോ എന്നുള്ളതാണല്ലോ അഞ്ജിതയുടെ കൃത്യമായ ചോദ്യമായിരുന്നത്. അപ്പൊ സജീഷ് എന്താ പറഞ്ഞത്? കേരളം വലിയ വികസനത്തിന്റെ പാതയിലാണ്. കേരളം എവിടെ വികസനത്തിന്റെ പാതയിൽ? അഞ്ജിതയുടെ മനോരമ റിപ്പോർട്ടറിൽ 4 റിപ്പോർട്ടർമാർ ഇന്ന് കാലത്തൊട്ട് എവിടെയാണ്? തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ 24 മണിക്കൂറൊന്നും മഴ പെയ്തപ്പോഴേ ആ തിരുവനന്തപുരത്ത് മുടക്കാണ്. എന്നിട്ട് കേരളത്തെ ലോകം നോക്കിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ വെള്ളം വന്ന ബോട്ട് ഓടിക്കുന്നതിനകത്ത് അതാണ് കേരളം വികസനം എന്ന് പറഞ്ഞത്. റോഡ് വികസനത്തിന്റെ ചരിത്രം പറഞ്ഞു. എന്തുകൊണ്ട് റോഡ് വികസനം? തണ്ടലൊടിഞ്ഞിട്ടേ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത ഗതികേടാണെന്ന് ആ കോടതികൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് അടിസ്ഥാനത്തിൽ? ഇവരുടെ ആളുകൾ 9.5 കൊല്ലം കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത വികസനം. അതാണല്ലോ കേരളത്തിന്റെ വലിയ വികസന മാതൃകയായിട്ട് പറയണേ. ഇവൻ ശരിയല്ല, അവനല്ല ശരിയല്ലാത്തത്. പിന്നെ അവർ അമ്പലങ്ങൾക്ക് കാശ് കൊടുത്തു. ഇല്ല അഞ്ജിത, അത് തിരുവിതാംകൂറും കൊച്ചിയും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ഭൂമിയും അവർക്ക് കൊടുക്കുമ്പോൾ ദേവസ്വത്തിന് കൈമാറുന്ന സമയത്ത് ഒരു കവനന്റ് ഉണ്ട്. ആ കവനന്റിലെ ദേവസ്വങ്ങൾക്ക് കൃത്യമായിട്ട് നിത്യനിധാന ചെലവുകൾക്ക് ഇത്ര രൂപ വർഷാവർഷം സർക്കാരുകൾ കൊടുക്കണമെന്നും വർഷാവർഷങ്ങൾക്ക് മാറ്റി കൊടുക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നാളെ അഞ്ജിത മുഖ്യമന്ത്രിയായാലും, ഉല്ലാസ് ബാബു മുഖ്യമന്ത്രിയായാലും, സജീഷ് മുഖ്യമന്ത്രിയായാലും, ദീപ്തി മേരി വർഗീസ് മുഖ്യമന്ത്രിയായാലും, പിയേഴ്സൺ സാർ മുഖ്യമന്ത്രിയായാലും ഒക്കെ ആ പൈസ കൊടുക്കണം. അല്ല പിന്നെ പറയൂ SK സജീഷ്. ഇവിടെ ഇവർ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ അജണ്ടയെ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള അവിടെയുള്ള അയ്യപ്പ സംഗമം എന്ന പരിപാടി, ആ പരിപാടി എന്തിനു വേണ്ടിയായിരുന്നു? ആ പരിപാടി ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ചർച്ച കൂടുതൽ വികസിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ച. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കേന്ദ്രമായി, ഇന്ത്യയിലെയും ലോകത്തിലെയും ഒരു കേന്ദ്രമായി ശബരിമലയെ മാറ്റിയെടുക്കുക. എന്നിട്ട് അതോടൊപ്പം തന്നെ അവിടെ വരുന്ന ആളുകൾ അവർക്ക് തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക. ഈ 3 സെഷനുകളിലായിട്ടാണ് അവിടെ ചർച്ച നടന്നത്. ഈ സെഷനുകളെയാണ് ഇവരെല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ആ അയ്യപ്പ സംഗമത്തെ ബഹിഷ്കരിക്കുന്നതാണ് കോൺഗ്രസും BJP എല്ലാം പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്ന അവിടെ ആ സന്നിധാനത്ത് ആളുകൾക്ക് എത്താനും അത് കൂടുതൽ വികസിക്കാനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സുവർണാവസരമാക്കി എടുക്കാനുള്ള നിലപാട് സ്വീകരിച്ചത് BJP ആണ്. അതാണ് അവർ പ്രഖ്യാപിച്ചത്. അതിന്റെ പിന്നെയാണ് കോൺഗ്രസ് പോയത്. ഏതെങ്കിലും ഒരു വാക്കിലെങ്കിലും ഇവരെ നിഷേധിക്കാൻ വേണ്ടിയോ ഇവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഇവിടെ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതിയിലുള്ള റിവ്യൂ പെറ്റീഷൻ ഉണ്ടല്ലോ, അതിലും സർക്കാർ എടുക്കുന്ന നിലപാട് അന്നത്തെ തന്നെയാവുമോ? ഞങ്ങൾ എപ്പോഴും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. ആ ശരിയായ നിലപാട് ഇപ്പോൾ അന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾ പോലും ഇപ്പോൾ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ 2 കൂട്ടരും BJPയും കോൺഗ്രസും കള്ളക്കളിയാണ് നടത്തിയത് എന്ന് എല്ലാവരും തിരിച്ചറിയുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ കോടതിയിൽ നിന്ന് വരുന്ന നിലപാടുകളുടെ ഭാഗമായി മാത്രമേ നിന്നിട്ടുള്ളൂ. സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോഴും സുവർണാവസരം കിട്ടും എന്ന് കരുതി നിൽക്കുകയാണ്. ഇതാണ് പ്രശ്നം. താങ്കൾ ദയവ് ചെയ്ത് ചില ചോദ്യങ്ങൾ കോൺഗ്രസിനോടും ചില ചോദ്യങ്ങൾ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? താങ്കൾ മിണ്ടായിരിക്കൂ. കുറെ നേരമായല്ലോ കിടന്ന് ഒച്ച വെക്കുന്നു. കുറെ നേരമായല്ലോ. ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് മറുപടിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സതീഷിനും മറുപടിയില്ല. അതിന് ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. 2007 അതേ അഫിഡവിറ്റ് ആണ് തുടരുന്നത് എന്ന് പറഞ്ഞത് ഇവരാണ്. സുപ്രീം കോടതിയുടെ മുമ്പിൽ പറഞ്ഞ എന്താണ്? ആചാര സംരക്ഷണമല്ല വേണ്ടത്, സ്ത്രീകളെ കയറ്റിവിടണം എന്ന് പറഞ്ഞ അഫിഡവിറ്റിനോടൊപ്പമാണെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ഗവൺമെന്റ് ലീഡർ പറഞ്ഞത് ഓർഡറിൽ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് എടുത്തയച്ചു തരാം. വേണ്ട, കണ്ടാത്തോണ്ട. ഈ ഓർഡറിന്റെ അകത്ത് വളരെ വ്യക്തമായി പറഞ്ഞു ആ നിലപാടിൽ നിന്ന് നിങ്ങൾ മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 5 ദിവസമായിട്ടും CPMന്റെ ഒരു പ്രതിനിധിക്കും കഴിയുന്നില്ല. ആചാര സംരക്ഷണം നടത്തില്ല CPM എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ വിശ്വാസികൾക്ക് 100% ഉറപ്പാണ്. അദ്ദേഹത്തോട് എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം മറ്റെന്തെങ്കിലോ പറയുന്നേ. സ്വാഭാവികം. കഴിഞ്ഞ കാലങ്ങളിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അത് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ സുകുമാരൻ നായരെ കുറിച്ച് ഏറ്റവും മോശമായ അഭിപ്രായം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ? ഇപ്പൊ എങ്ങനെ അഭിപ്രായം മാറിയത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിണറായി വിജയൻ വലിയ ഭക്തനായി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു തവണയെങ്കിലും ഈ ശബരിമലയിൽ കയറാൻ നെയ്ത്തേങ്ങയുമായി ശരണം വിളിച്ചുകൊണ്ട് ശബരിമലയിൽ പോകാൻ തയ്യാറാകുമോ? അത് പിന്നെ ഇവിടെ സജീഷ് പറയുന്നു ഇവിടെ ഞങ്ങൾക്ക് ആശങ്ക. ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. നിങ്ങൾക്ക് അങ്കലാപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ 10ാമത്തെ വർഷം ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്താൻ നിങ്ങൾ തയ്യാറായത്. നിങ്ങൾക്ക് അങ്കലാപ്പാണ്. നിങ്ങൾക്ക് ഭൂരിപക്ഷ വോട്ട് ലഭിക്കില്ല, നിങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ട് ലഭിക്കില്ല. നിങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ 9 വർഷം ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. ശ്രീ ഉല്ലാസ് ബാബു. സജീഷിനോട് വളരെ കൃത്യമായി പറഞ്ഞു, സജീഷെ നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, സഖാവ് പിണറായി വിജയിൽ നിന്ന് വിജയൻ സ്വാമി ആയില്ലേ? സഖാവ് വാസവിൽ നിന്ന് വാസവ സ്വാമി ആയില്ലേ? സഖാവ് സജീഷിൽ നിന്ന് സജീഷ് സ്വാമി ആയില്ലേ? ഗണപതി മിത്തെന്ന് പറഞ്ഞ ഷംസീറിനെ മാറ്റി പറഞ്ഞ് നിങ്ങൾ അത് അംഗീകരിച്ചല്ലോ അല്ലേ? ആ നവോത്ഥാന മതിൽ കെട്ടി ശബരിമലക്കെതിരെ പ്രവർത്തിച്ചത് നിങ്ങളല്ലേ? നിങ്ങൾ തന്നെയല്ലേ മേക്കപ്പ് ഇട്ട് ലോട്ടും തൊട്ട് ആളുകൾ അങ്ങോട്ട് കേട്ടിട്ട് കലക്കി ഞങ്ങൾ വിശ്വാസികൾ എന്ന് പറഞ്ഞത്? എന്താ ഉറക്കം വരുന്നു. അപ്പോ ഹിന്ദു വോട്ടുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭ്യാസം, ഇനി മറ്റു ന്യൂനപക്ഷ വോട്ടുകളെ പിടിക്കാൻ വേണ്ടി ന്യൂനപക്ഷ സംഗമത്തോടുകൂടി അഭ്യാസം. ഇത് ഇത്ര വളരെ കൃത്യമാണെന്ന് ഇത് പരത്തി പറയേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.